റബ്ബിന്റെ പരീക്ഷണം വന്നാൽ, അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാൽ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അമേരിക്കയ്ക്ക് കഴിയുന്നില്ലല്ലോ. ലോക പോലീസ് സമയുന്ന അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ലോസ് ഏഞ്ചലസിൽ പടർന്നു പിടിച്ച അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കാട്ടുതീയെ തടഞ്ഞു നിർത്താൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ലക്ഷങ്ങൾ പലായനം ചെയ്ത് പോവുകയാ. ലക്ഷങ്ങൾ പലായനം ചെയ്ത് പോവുകയാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ആയാത്തുകളെ നമ്മൾ കളിയാക്കരുത്. ആരെയും നമ്മൾ നരകത്തിലാക്കണ്ട, ആരെയും നമ്മൾ സ്വർഗത്തിലാക്കണ്ട. അതെല്ലാം യജമാനനായ പടച്ചവന്റെ കയ്യിലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ അക്രമി അള്ളാന്റെ മേൽ വ്യാജം ആരോപിക്കുന്നവനാണ്. ഇനി നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? നാലാമത്തെ വിഭാഗം അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് സൂറത്തുൽ അൻആമിൽ തന്നെ 157-ാമത്തെ ആയത്തിലാണ് അല്ലാഹ് പറയുന്നത്, ഫമൻ അളലമു മിമ്മൻ കദ്ദബ ബിആയാതില്ലാഹി വസദഫ അൻഹാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാണ് നാലാമത്തെ ഏറ്റവും വലിയ അക്രമി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ഇത് ഞാൻ വിശാലമായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമുണ്ടെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കല്ല പെങ്ങളെ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കരുത്, അതിനെ നിങ്ങൾ മോശമാക്കരുത്. 2024 വിട പറന്ന് 25-ന് സ്വീകരിക്കാൻ വേണ്ടി ബേക്കൽ ഫോർട്ടിൽ പോകാത്ത പെണ്ണുണ്ടോ? ആണും പെണ്ണും കൂടി ഒരുമിയിട്ട് തോളിൽ കൈയിട്ട് നടന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? മത്തയഴിച്ചു വെച്ചിട്ടല്ലോ നിങ്ങൾ പോയത്, ഹിജാബ് അഴിച്ചു വെച്ചിട്ടല്ലോ നിങ്ങൾ പോയത്, പർദ മാറ്റി വെച്ചിട്ടല്ലോ നിങ്ങൾ പോയത്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നമല്ലേ തൊപ്പി എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നമല്ലേ തലപ്പാവെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നമല്ലേ നിങ്ങളുടെ പർദയും ഹിജാബും മത്തയും ഒക്കെ? ഇതെല്ലാം മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോ അത് നിങ്ങൾ ദുരുപയോഗം ചെയ്താൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു എണ്ണി പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളികൾ മാത്രമല്ലല്ലോ. പള്ളികൾ മാത്രമല്ല പടച്ചവന്റെ ദൃഷ്ടാന്തമായിട്ടുള്ളത്. ചാണകം നജസാണെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് നമ്മൾ. മൂത്രം നജസാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാലും മൂത്രവും ചാണകവും ഇടുന്ന ഒരു മൃഗം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്നല്ല പഠിപ്പിച്ചില്ലേ? കേവലം അത് പള്ളിയല്ല, അതിന് തലപ്പാവില്ല, തൊപ്പിയില്ല, ദാടിയില്ല, ഹിജാബില്ല, മത്തയില്ല, പർദയില്ല, ഒന്നുമില്ല. അത് മൃഗമാണ്. ആ മൃഗം ചാണകമിടുന്ന മൃഗമാണ്. പക്ഷേ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാകത് എപ്പോഴാണെന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ഉലഹിയത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി നീയത്തെടുത്തപ്പോൾ ഉലഹിയക്ക് വേണ്ടിയിട്ടൊരു മൃഗത്തെ നമ്മൾ ചെന്ന് കണ്ടു. അതിന് നമ്മൾ വില പേശിയിട്ടതിനെ വാങ്ങി നീയത്താക്കി. ഇനി ഉലഹിയക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നീയത്താക്കിയാൽ ഇത് പടച്ചവന്റെ ദൃഷ്ടാന്തമാണ്. ആ മൃഗത്തിന് ഭക്ഷണം കൊടുക്കല്, ആ മൃഗത്തിനെ കുളിപ്പിക്കല്, ആ മൃഗത്തിനെ പരിചരിക്കല്, ആ മൃഗത്തിനെ പരിഗണിക്കല്, ആ മൃഗത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കല്, ഇതെല്ലാം ഹൃദയത്തിന്റെ ശുദ്ധിയുടെ ഭാഗമാണ്. തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. കണ്ടില്ലേ, ഒരു മൃഗം പോലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി മാറിയെങ്കിൽ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പർദയിട്ടുകൊണ്ട് നിങ്ങൾ കഠിനമായ തെറ്റു ചെയ്യാൻ നിങ്ങൾ പോകുമ്പോ എന്റെ മുസ്ലിം പെണ്ണെ, റബ്ബിന്റെ പരീക്ഷണം വന്നാൽ, അല്ലാഹുവിന്റെ പരീക്ഷണം വന്നാൽ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അമേരിക്കയ്ക്ക് കഴിയുന്നില്ലല്ലോ. ലോക പോലീസ് സമയുന്ന അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ലോസ് ഏഞ്ചലസിൽ പടർന്നു പിടിച്ച അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കാട്ടുതീയെ തടഞ്ഞു നിർത്താൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ലക്ഷങ്ങൾ പലായനം ചെയ്ത് പോവുകയാ. ലക്ഷങ്ങൾ പലായനം ചെയ്ത് പോവുകയാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ആയാത്തുകളെ നമ്മൾ കളിയാക്കരുത്. നിസാരമാണെന്ന് നമ്മൾ കരുതി പോകുന്നു. നിസാരമാണെന്ന് കരുതി പോകുന്നുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഈ ഡിസംബർ 31 രാത്രിയില്
കേവല 2-3 മണിക്കൂറും മാത്രം, 2-3 മണിക്കൂറത്തേക്ക് മാത്രം 2025 വരവേൽക്കാൻ, 2024 ഗുഡ് ബൈ പറയാൻ ഏതാനും ചില മണിക്കൂറുകളും മാത്രം കേരളത്തിന്റെ, സാക്ഷര കേരളത്തിലെ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഖൈറുള്ള എന്ന അറബികൾ പാടിപ്പുകഴ്ത്തിയ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒരൊറ്റ ദിവസത്തിന്റെ ആ ഒരു മുഹൂർത്തത്തില് 2-3 മണിക്കൂറത്തേക്ക് കുടിച്ചു തീർക്കാൻ വേണ്ടി മാത്രം കേരളത്തിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 108 കോടി രൂപയുടെ മദ്യം, 108 കോടി രൂപയുടെ മദ്യം. അനൗദ്യോഗികമായിട്ട് വേറെ, വാറ്റ് ചാരായത്തിൻ്റെത് വേറെ, മിലിറ്ററി ഐറ്റത്തിൻ്റെത് വേറെ, 2 ദിവസം മുമ്പ് വാങ്ങിവെച്ച് കുടിക്കുന്നത് വേറെ, സ്വന്തമായി ഉണ്ടാക്കിയ കള്ള് വേറെ. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് മാത്രം ബിവറേജിൽ നിന്ന് പുതുവർഷ പുലരിയില് ഏതാനും മണിക്കൂറുകളത്തേക്ക് മാത്രം കുടിച്ചു തീർക്കാൻ കേരളത്തിന്റെ ആളുകൾ കുടിച്ചു തീർത്തത് 108 കോടി രൂപയാണ്. ചിന്തിച്ചു നോക്ക്, ആ 108 കോടി രൂപയുടെ മദ്യം കുടിച്ചത് ആരൊക്കെ ആയിരിക്കും? നമ്മുടെ സമുദായത്തിൽപ്പെട്ടവര് അതിനകത്ത് ഉണ്ടാകൂലേ എന്നല്ല, ലൈവ് ഉള്ളത് കൊണ്ട് പരിമിതികളുണ്ട്. ഞാൻ ഒരു കാര്യം ഉണർത്തുകയാണ്, നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അവരോടാ ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവോണ നാളിന്റെ കണക്ക് വന്നു, കഴിഞ്ഞ ഓണത്തിന്റെ കണക്ക് വന്നു. ആ ഓണത്തിന് കുടിച്ചു തീർത്ത കേരളത്തിന്റെ ഔട്ട്ലെറ്റിൽ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ട ഔട്ട്ലെറ്റ് എവിടെയാണെന്നറിയോ? ബിവറേജ് എവിടെയായിരുന്നു? കാസർഗോഡ് ജില്ലയല്ല, വിഷമിക്കണ്ട, കാസർഗോഡ് ജില്ലയല്ല, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുന്ന ഒരു ജില്ലയിലെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുന്ന ഒരു നാട്ടിലാണ് ഏറ്റവും കൂടുതൽ തിരുവോണ നാളിലെ ബിവറേജിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലം. ചിന്തിച്ചു നോക്ക്, അവിടെ ആരാ കുടിച്ചത്? അമേരിക്കയിൽ നിന്ന് സായിപ്പും മദാമയും ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ട് കുടിച്ചിട്ട് പോയതല്ലല്ലോ. ആര് കുടിച്ചതാണ്? ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുടിച്ചു തീർത്തതാണ്. അപ്പോഴും പേര് അബ്ദുറഹ്മാൻ ഹാജി, മുഹമ്മദ് അബ്ദുള്ള, അബൂബക്കർ കുഞ്ഞ്, ഉമറുൽ ഫാറൂഖ്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പേര്? ആ പേര് അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും അമൂല്യമായ, ദീനിന്റെ ഏറ്റവും വലിയ ധീരകേസരികളുടെ പേരായിരുന്നില്ലേ? ആ പേരും ഇട്ടുകൊണ്ട് പരിശുദ്ധമായ ദീൻ, ആ നിരോധിച്ചിട്ടുള്ള കള്ള് അത് കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാണ്, സമുദായത്തിനെ പറയിപ്പിക്കുന്നവരാണ്. ചെറിയ കാര്യമല്ല. സമുദായത്തെ പറയിപ്പിക്കുക എന്ന് പറയുന്നത് പടച്ചവന്റെ ദൃഷ്ടാന്തത്തെ കളവാക്കുന്നവരാണ്. തൊപ്പി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മോശമായ പ്രവർത്തനം ചെയ്യുന്നവൻ, ദാടി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വേഷവിധാനമാകുന്ന സുന്നത്തായ ദാടി വെച്ചുകൊണ്ട് കഞ്ചാവ് വിൽക്കുന്നവൻ, മഫ്ത ധരിച്ചുകൊണ്ട് ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കള്ളു കുടിക്കുന്ന യുവതയ്ക്കെതിരെ പ്രസംഗിക്കുന്ന കാലമുണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, കാസർഗോഡ് ടൗണിൽ നിന്ന് മാത്രം എത്ര പ്രാവശ്യമാണ് കാസർഗോഡ് ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ എത്ര മുസ്ലിം പെൺകുട്ടികളുടെ വീഡിയോയാണ് പുറത്തു വന്നത്? ഹിജാബ് ധരിച്ച, പർദ്ദയിട്ട മുസ്ലിം കുടുംബത്തിൽ പിറന്ന മുസ്ലിം പെൺകുട്ടികൾ കഞ്ചാവ് വിൽക്കുന്നതും കഞ്ചാവ് വാങ്ങുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതുമായ എത്ര വീഡിയോകളാ പുറത്തു വന്നത്? ആരെങ്കിലും വിമർശിച്ചാൽ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് കഞ്ചാവ് തലയ്ക്ക് പിടിച്ചിട്ട് അവനെ വെട്ടിനുറുക്കി കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലും മിണ്ടാനെല്ലാരും പേടിക്കുകയാണ്. ഈ സമുദായത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഏത് പ്രവൃത്തിയുണ്ടോ, മോശമായ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും കളവാക്കിക്കൊണ്ട്, അതിനെ കളിയാക്കിക്കൊണ്ട് ഏതൊരു മനുഷ്യനാണോ തോന്നിയാസം കാണിക്കുന്നത് അവനേക്കാൾ അക്രമി ലോകത്ത് വേറെ ആരുമില്ല. നമ്മൾ കരുതുന്നത് പോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പലതും പറയും, അവര് ശത്രുക്കളാണ്.
കല്ലും മുള്ളും കുപ്പിച്ചില്ലുമുള്ള പ്രദേശത്ത് കൂടി നല്ല ഷൂ ഉണ്ടെങ്കിൽ നടന്നു പോകാം. ഷൂവിനകത്തൊരു ചെറിയ ഈത്തപ്പഴ കുരു കടന്നാൽ നമുക്ക് നടക്കാൻ പറ്റൂല. കാരണം അകത്തുള്ളത് നമുക്ക് വലിയ ഭാരമാണ്. സമുദായത്തിന്റെ പുറത്തുള്ളവർ എന്തോ ചെയ്യട്ടെ, നമ്മളത് പ്രശ്നമല്ല. ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സംശുദ്ധിയുള്ള ഒരു സമൂഹമാണ് നമ്മൾ. നമുക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്, ഒരുപാട് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റുകൾക്ക് അപ്പുറത്ത് നമ്മൾ പ്രവർത്തിച്ചാൽ ഏറ്റവും വലിയ അക്രമികൾ നമ്മളാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻആമിന്റെ 157ാമത്തെ ആയത്ത് ഓതിയിട്ട് പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇളകയല്ലേ വേണ്ടത്? അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സങ്ങോട്ട് വിറയ്ക്കല്ലേ വേണ്ടത്? ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ, അവന്റെ ആയത്തുകൾ ഓതി കേൾക്കുമ്പോ അവന്റെ ഹൃദയം വല്ലാതെ പടപടയ്ക്കണ, ആലില പോലെ വിറയ്ക്കണ, സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ പോലെ അവന്റെ നെഞ്ച് കുലുങ്ങണ്ടേ, നെഞ്ച് പിടയ്ക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പകരം അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് നമുക്ക് കേൾക്കുമ്പോൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോ, എന്തിനേറെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് ഈ അതിഞ്ഞാലിലെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്. ഒരു മുറിയായപ്പ് കേട്ടപ്പോ, ഒരൽപ്പം ബാങ്കിന്റെ ഭാഗം കേട്ടപ്പോ, ജീവിതത്തിന്റെ ഇന്നലകളിലുള്ള സുഖ സൗകര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് എന്റെ അല്ലാ എന്ന് പറഞ്ഞു വന്നവരില്ലേ നമ്മുടെ മുമ്പില്? യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതി കാറ്റ് സീവൻ എഴുതി വെച്ചോ, യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയാണ്. മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം പറ്റുന്ന യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതി കാറ്റ് സീവൻ മൊറോക്കയിലെ ഒരു കടൽ തീരത്തുകൂടി നടന്നു പോകുമ്പോഴാണ് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നത്. മുസ്ലിം ബാപ്പാന്റെ കുടുംബത്തിൽ പിറന്ന, മുസ്ലിം ബാപ്പാന്റെ രേതസ്കണത്തിൽ നിന്ന്, മുസ്ലിം ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് പള്ളിയിലെ ഉസ്താദ് പേരിട്ട് സ്വാലിഹായ മനുഷ്യന്റെ ഈത്തപ്പഴം ചവച്ചരച്ച് ആ ഉമിനീര് കുടിച്ച് ആദ്യമായിട്ട് മദ്രസയിൽ കൊണ്ടുവന്ന് അലിഫം എഴുതി അല്ലാഹയെ പഠിച്ച മുസ്ലിം ചെറുപ്പക്കാരാ, ഈ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ, ഈ പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോ, ഇത് എന്നെ വിളിക്കുന്നതാണ്, എന്നെ വിളിക്കുന്നതാണ് പള്ളിയിലേക്ക്. ആ ഒരു ബോധത്തോടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാറ് നടന്നകലുന്ന ചെറുപ്പക്കാരാ, ബേക്കൽ ഫോർട്ടിൽ പോകാൻ നിനക്ക് മടിയില്ലല്ലോ. 2024 അവസാനിക്കുന്ന സമയത്ത് കാട്ടിക്കൂട്ടിയ പേക്കോലങ്ങൾ, അതിന് നിനക്ക് മടിയുണ്ടായിരുന്നില്ലല്ലോ. കല്യാണം എന്ന പേരില് കല്യാണത്തിന്റെ തലേ ദിവസവും കല്യാണത്തിന്റെ പിറ്റേന്നും കാണിച്ചു കൂട്ടുന്ന എല്ലാ മോശമായ പ്രവർത്തനങ്ങളും നീ നടത്തുമ്പോ, ഈ സമയത്തൊന്നും നിന്റെ മനസ്സിനകത്തൊരു കുലുക്കമുണ്ടായില്ല. ഉറൂസ് എന്ന പേരില് ഈ അതിഞ്ഞാൽ ഉറൂസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉറൂസ് വേണ്ടാന്ന് പറയുന്നവര് പറഞ്ഞോട്ടെ, അവർക്ക് മനസ്സിലാകാത്തതിന് ഞങ്ങൾ കുറ്റക്കാരല്ല. പക്ഷേ ഉറൂസുകളുടെ പേരിൽ ആനയും അമ്പാരിയും എടുക്കുന്ന ഉറൂസുകളുണ്ട്. അവിടുത്തെ ഇമാമിങ്ങൾ നിശബ്ദരാകുന്നു, അറിഞ്ഞോ അറിയാതെയോ നിശബ്ദരായി പോകുന്നു. അവിടെ ചെന്ന് സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഔലിയാക്കളുടെ പേരിൽ ആനയും അമ്പാരിയും എടുപ്പിട്ടുള്ള ഉറൂസ് ഇസ്ലാമികമല്ല എന്ന് പറയാ എന്റെ പ്രിയപ്പെട്ടവരെ മൈക്ക് വെച്ച് കെട്ടിത്തരാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെ ചെന്ന് ധീരമായി അതിനെതിരെ ഒന്ന് ശബ്ദിച്ചിട്ട് അവരെ എറിഞ്ഞു കൊന്നാൽ അത് രക്തസാക്ഷിത്വമായി സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഔലിയാക്കളുടെ പേരിൽ, ആരിഫീങ്ങളുടെ പേരിൽ ആനയും അമ്പാരിയും എടുപ്പിട്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഗാനമേള നടത്തിയിട്ട് എന്ത് ഉറൂസാണോ നീ കാണിക്കുന്നത്? ഇത് മഹാന്മാരുടെ പേരിലാണോ നീ ചെയ്യുന്നത്? ഏത് മഹാനായത് സഹിക്കുക, ഏത് മഹതിയായത് സഹിക്കുക? ഇതൊന്നും മതപരമല്ല, ഇസ്ലാമികമല്ല. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ നീ മുമ്പന്തിയിലാണ്. പക്ഷെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അര സഫേ ഉള്ളൂ, ഒരു സഫ് തികയുന്നില്ല.
മൊറോക്കയുടെ കടൽ തീരത്തൂടി നടന്നു പോകുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി, മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം വാങ്ങുന്ന ക്യാറ്റ് സീവൻ ആ ബാങ്ക് കേട്ടിട്ട് പെട്ടെന്നങ്ങ് നിന്നു. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഏറ്റവും വലിയ സംഗീതം ഇതല്ലേ ഏറ്റവും വലിയ സംഗീതം. അയാള് ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു. ക്യാറ്റ് സീവന് ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു. ചില്ലറക്കാരനല്ല. ക്യാറ്റ് സീവന് ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫാത്തിഹ പഠിച്ചു, ബഖറ പഠിച്ചു, ആലു ഇമ്രാൻ പഠിച്ചു, നിസാ പഠിച്ചു, മാഇദ പഠിച്ചു, അൻആം പഠിച്ചു, അറാഫ് പഠിച്ചു, അൻഫാൽ പഠിച്ചു, തൗബ പഠിച്ചു, യൂനുസ് പഠിച്ചു, ഹൂദ് പഠിച്ചു, യൂസുഫ് എന്ന അധ്യായമെത്തി. ആ യൂസുഫ് നബിയുടെ ചരിത്രം പഠിച്ചു. ചരിത്രം പഠിക്കുമ്പോൾ യൂസുഫ് നബി ഈജിപ്തിലെ ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്നു. അടിമ ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്ന യൂസുഫ് നബിയെ ഹഡാബ് ആകർഷിച്ചു. ഈ ക്യാറ്റ് സീവൻ ഇന്നലകളിൽ യൂറോപ്പിലെ പോപ്പ് ലോകത്തിന്റെ സംഗീത ലോകത്തിന്റെ അടിമയായിരുന്നല്ലോ. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനും അടിമ ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ മാറണം, എനിക്ക് മാറിയേ പറ്റൂ. ഇന്നലെ വരെ ലക്ഷക്കണക്കിന് ഡോളർ ശമ്പളം പറ്റിയിരുന്ന ക്യാറ്റ് സീവൻ അവസാനം മൊറോക്കയുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്നൊരു ബാങ്ക് കേട്ടപ്പോ അതിനാലിലെ ഉമ്മ ക്യാറ്റ് സീവൻ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി പടച്ചോന്റെ ദൂതനാണ്, പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ പേര് ഞാൻ മാറ്റി, മാമോദീസ മുക്കിയിട്ട് എന്റെ ബന്ധുക്കളിട്ട് തന്ന ക്യാറ്റ് സീവൻ എന്ന പേര് ഞാൻ മാറ്റി. എന്റെ മനസ്സിനെ മാറ്റി തിരുത്തിയത് യൂസുഫ് നബിയാണ്. അതുകൊണ്ട് എന്റെ പേര് ഇന്ന് മുതൽ യൂസുഫുൽ ഇസ്ലാം. നിങ്ങൾ വയല് കഴിഞ്ഞ് വീട്ടിൽ അതിഞ്ഞാലിലെ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾ ഗൂഗിളിൽ ഇട്ടിട്ട് യൂസുഫുൽ ഇസ്ലാം എന്ന് അടിച്ചു നോക്ക്, ക്യാറ്റ് സീവൻ എന്ന് അടിച്ചു നോക്ക്. ഏറ്റവും വലിയ യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായിരുന്നു അദ്ദേഹം. ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിമായി. എന്താ അദ്ദേഹത്തിന് മാറ്റൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? പള്ളിയിലെ ഒരു ബാങ്കിന്റെ ശബ്ദം. എന്തേ മുസ്ലിം സഹോദര, പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് നന്നാവാൻ എനിക്കെന്ത് കഴിയുന്നില്ല? നിനക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവോൺ റിട്ടിലി, ഹീദർ മാത്യൂസ്, കമല സുരയ്യ, അവസാനം ഫാത്തിമ ശബരിമല, ഇവരൊക്കെ ഇസ്ലാമിനെ പറ്റി പഠിച്ച വമ്പ സ്രാവുകളാണ്. പോകുന്ന ചില നെത്തോലികളുണ്ട്, പൊക്കോട്ടെ, അസ്ഗറിനെ പോലെ, ജാമിദയെ പോലെ, ജബ്ബാറിനെ പോലെ. നെത്തോലികൾ പോണത് പോട്ടെ, ഇസ്ലാമിലേക്ക് വരുന്നത് വമ്പൻ സ്രാവുകളാണ്. അവര് പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ബാങ്ക് അങ്ങോട്ട് കേട്ടപ്പോ നെഞ്ച് പിടയ്ക്കാൻ തുടങ്ങിയിട്ട് ക്യാറ്റ് സീവൻ യൂസുഫുൽ ഇസ്ലാമായി മാറി. നമ്മൾ നൈരന്തര്യം എത്ര തവണ ബാങ്ക് കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ, എത്ര ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നു. മാറണമെന്ന ചിന്ത ഇന്നുവരെ നമുക്കുണ്ടായിട്ടില്ല, നമുക്ക് മാറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിക്കൊണ്ട് ഒരു നിലയിലുള്ള ജീവിതവും നമുക്ക് വേണ്ട. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുർആൻ അങ്ങോട്ട് കേൾക്കുമ്പോ പെടച്ചിലുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുങ്ങിയ സമയമാണ് എനിക്കുള്ളത്. അഞ്ചാമത്തെ ഏറ്റവും വലിയ അക്രമി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആ അർഹിക്കുന്ന രീതിയിൽ തന്നെ ഇതിനെ ഉൾക്കൊള്ളണം. ഈ മാസം റജബാണ്. ഈ റജബ് മാസത്തിൽ ഒരിക്കലും ഫലാ തദ്ലിമു ഫീഹിൻ അൻഫുസകും ളുൽമ് ചെയ്യാൻ പാടില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ആ ഏറ്റവും വലിയ ളുൽമ്, ഏറ്റവും വലിയ അക്രമത്തിൽ 4 നമ്മൾ പറഞ്ഞു. 16 സ്ഥലങ്ങളിലാണ് ഖുർആൻ അള്ളിലം എന്ന് പറഞ്ഞത്. അതിൽ ആവർത്തനങ്ങളെ മാറ്റിവെച്ചിട്ട് 5 കൂട്ടരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതിൽ 4 കൂട്ടരെ ഞാൻ വിശദീകരിച്ചു ഹ്രസ്വമായ വാക്കിൽ. ഇനി അവസാനമായി ഒരെണ്ണം കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്നതാണ്. ഓതി പോവല്ലാതെ അതിന്റെ ആശയം എന്താന്ന് പഠിക്കാൻ ഇവിടെ അൽഹംദുലില്ലാ ഉമരിയ എന്ന് പറയുന്ന ഒരു അറബി കോളേജ്, അൽഹംദുലില്ലാ അതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം. നല്ല മണ്ണാണ് ഈ മണ്ണ്.
ഒരുപാട് നാടുകളിൽ നിന്ന് എനിക്കിന്ന് ഫോൺ കോൾ വന്നു. വിദേശത്തു നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട്, അദ്ദേഹം ഈ നാട്ടുകാരൻ പോലുമല്ല, എന്നോട് പറഞ്ഞു, ഈ നാട്ടിലും മറിയുമ്മ എന്നു പേരുള്ളൊരു ഉമ്മയുണ്ട്, ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആരക്കണമെന്ന്. നിങ്ങൾക്കറിയില്ലേ ഉമ്മയെ? മറിയുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മ, എനിക്കറിയില്ല ഉമ്മയെ. മറിയുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മ ഈ നാട്ടിലുണ്ട്. ആ ഉമ്മ, അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് വിദേശത്ത് നിന്ന് എനിക്ക് ഫോൺ ചെയ്തു. അള്ളാഹു ആ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് എല്ലാവിധ ആഫിയത്തും അള്ളാഹു നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരാലും നല്ല പേരും പ്രശസ്തിയുമുള്ള, നല്ല കാര്യങ്ങളിൽ മുൻപന്തി നിൽക്കുന്ന ഒരു ഉമ്മയാന്ന എന്നോട് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ആ ഉമ്മയെ കണ്ടിട്ടില്ല. പക്ഷേ ഈ നാടിന്റെ പരിശുദ്ധമായ ദീനിനോടുള്ള താല്പര്യമാണ്, വർഷങ്ങളായി ഈ നാടുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അക്രമം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് അകലം പാലിച്ചേ മതിയാവൂ. അകലം പാലിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മൾ ഒരുപാട് സമാധാനം പറയേണ്ടി വരും. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്താണ്. ഇതുവരെയും പറഞ്ഞതിൽ നമ്മളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിലും നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങണം. അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു നമ്മളെ ഈ ദുരിതരമായ ഏറ്റവും വലിയ അക്രമകം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അവസാനമായി ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവന്റെ സ്മരണയിൽ നിന്ന് അകലം പാലിക്കുന്നവർ, അവനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവർ, അവന്റെ ഓർമ്മയിൽ നിന്ന് മാറി നിന്നവർ, അവനെ വിസ്മരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പേര് അള്ലമെന്ന. فمن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹ് പറയുകയാണ്, വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകുന്നവരെ, ഇവിടെ ഒരു ഗാനമേളയാണെങ്കിൽ ഈ നാട് ഉൾക്കൊള്ളാത്ത ജനങ്ങളാകുമല്ലോ. എന്തിനേറെ ഒരു ദഫാണെങ്കിൽ പോലും ഈ നാട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനങ്ങളാകുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നതെങ്കിൽ നമുക്ക് താല്പര്യം കുറവാ. അല്ലാഹുവിന്റെ ഖുർആനാണെങ്കിൽ നമുക്ക് താല്പര്യം കുറവാണ്. ഒരു സെലിബ്രിറ്റിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് പേര് തിങ്ങിക്കൂടുമല്ലോ. അതേസമയം അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നതെങ്കിൽ ആളുകൾ അകലം പാലിക്കുകയാ. അതേ അല്ലാഹ് പറയുന്നു, ഫഅറള അൻഹാ. അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ദിക്റിനെ തൊട്ട് അകലം പാലിക്കുന്നവരെ, അവനേക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ആരാ? അവനേക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ആരാ? ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ജീവിതം ഒന്നേ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ളൂ ദുനിയാവില്. ഇത് കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതം ആഖിറത്തിന്റെ ജീവിതമാണ്. ഈ ദുനിയാവിന്റെ ജീവിതം ഒരൊറ്റ പ്രാവശ്യമേ നമുക്കുള്ളൂ. ഇവിടെയാണ് കൃഷി ഇറക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ കൃഷി ഇറക്കേണ്ടത്. ഇതെല്ലാം കൊയ്തെടുക്കുന്നത് ആഖിറത്തിലാണ്. അവിടെ പോയി നിസ്കരിക്കണമെന്ന് കൊതിച്ചാ നടക്കൂല, അവിടെ പോയി നോമ്പ് പിടിക്കണമെന്ന് കൊതിച്ചാ നടക്കൂല. അതെല്ലാം ഇവിടെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പടച്ചവനെ മറന്നിട്ട് നമുക്കൊരു ജീവിതം വേണ്ട. ഏതു സമയത്തും നമ്മുടെ നെഞ്ചകത്ത് അല്ലാ 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 ഈ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും വരരുത്. നമ്മളെ സൃഷ്ടിച്ച അല്ലാ, സംരക്ഷിക്കുന്ന അല്ലാ, സംഹരിക്കുന്ന അല്ലാ, ഒരാപത്തും വരുത്താത്ത അല്ലാ, നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അല്ലാ, ആ പടച്ചവന്റെ സ്മരണയിലാകണം നമ്മുടെ ജീവിതമുള്ളത്. അതല്ല നമ്മൾ പടച്ചവനെ മറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കല്യാണങ്ങളിൽ അല്ലാഹനെ നമ്മൾ മറന്നാൽ വീണ്ടും വീണ്ടും ഞാൻ ഓർത്തുകയാണ്, എന്റെ ഉമ്മമാരെ, നിങ്ങളോടാ എനിക്ക് പറയാനുള്ളത്. പൊന്നുമോളുടെ നിക്കാഹിന്റെ സമയമെത്തുമ്പോ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, നിങ്ങൾ ആഡംബരം നടത്തല്ലേ, ആഡംബരം ഒഴിവാക്കണേ. നമ്മുടെ
പൊന്നുമോള് ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. ഒന്നാം ഘട്ടത്തിലാണ് അവൾ ഇപ്പോഴും ഉള്ളത്. അവൾ മകളാണെന്ന പരിഗണനയ്ക്കപ്പുറത്ത് വേറൊന്നും അവൾക്കില്ല. ഇനി അവള് ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അവളും മകളാണ് എന്നതിനപ്പുറത്തൊരു ഭാര്യയായി അവരോധിക്കപ്പെടുകയാണ്. ഒരു ഭാര്യാപദം കൂടി അവൾക്ക് കിട്ടുകയാണ്. ഒരു വർഷം കഴിഞ്ഞാൽ അവൾ മൂന്നാമത്തെ പദവി അലങ്കരിക്കുകയാണ്. അവളും മകളും ഭാര്യയും എന്നതിനപ്പുറത്ത് അവളൊരു ഉമ്മ എന്ന പദവി കൂടി അലങ്കരിക്കേണ്ടവളാണ്. അതുകൊണ്ട് ഭർത്താവിനോട് പറയണം, പെങ്ങളെ, ആർഭാട കല്യാണം നടത്തി മുത്ത് റസൂലിന് എതിർക്കുന്ന റസൂലുള്ളാഹി നിരോധിച്ചിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മുടെ മകളെ കെട്ടിച്ചയക്കണ്ട. നമുക്ക് കല്യാണം കഴിപ്പിച്ചയക്കുന്നത് എന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട രീതിയിലാകണം എന്റെ മകളെ കെട്ടിച്ചു വിടേണ്ടത്. ആർഭാടം നടത്തല്ലേ എന്ന് പറഞ്ഞ് എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിൽ ആർഭാടരഹിത കല്യാണങ്ങൾ നടത്തിയിട്ട് മാതൃകകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിലയിൽ നമ്മൾ പടച്ചവനെ മറക്കാതെ ജീവിതത്തിന്റെ ഭാവിയിലേക്ക് നമ്മൾ പോയാ അല്ലാഹു പറയുന്നു, നിങ്ങൾ അക്രമിയല്ല. അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മാറ്റിവെച്ചിട്ടാ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷമെങ്കിലും നിങ്ങളെക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ആരാ? അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലുമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ മറക്കുന്നവന് ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. ഈ പടച്ചവനെ മറന്നുകൊണ്ട് ഭൂമി ലോകത്ത് എന്ത് കാട്ടിക്കൂട്ടിയാൽ അല്ല തരുന്നത് മഈശതൻ ലങ്കാ, നിന്റെ ജീവിതത്തിൽ ഇടുക്കം അല്ലാഹു തരുന്നതാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും അല്ല ബറക്കത്ത് തരൂല. എത്ര സമ്പത്തുണ്ടെങ്കിലും അല്ല നിനക്ക് ബറക്കത്ത് തരൂല. അല്ലാഹു നിന്റെ വീട്ടിൽ ബറക്കത്ത് തരൂല. നിന്റെ ജീവിതത്തിലെ ഒരു നിമിഷത്തിൽ പോലും അല്ലാഹു ബറക്കത്ത് തരൂല. ഏറ്റവും വലിയ സമ്പന്നത കൈ പൊട്ടിയിട്ട് ആട്ടുകല്ല് പിടിച്ച് കൈ പൊട്ടി ഒലിക്കുമ്പോ, തുണിയലക്കയിട്ട് കൈ പൊട്ടി ഒലിക്കുമ്പോ, അതുപോലെ വെള്ളം കോരിയിട്ട് കൈ പൊട്ടി ഒലിച്ചപ്പോ ഒരു മകള് വാപ്പാന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, എന്റെ വാപ്പാ, എനിക്കൊരു വേലക്കാരനെ തരണേ. എന്റെ കൈ പൊട്ടി ഒലിക്കുകയാണ് വാപ്പാ, ഒരു വേലക്കാരനെ എനിക്ക് തരണേ വാപ്പാ. വാപ്പ ചോദിച്ചു, എന്ത് പറ്റി മോളെ? വാപ്പയുടെ കരളിന്റെ കഷ്ണമാണ് മോള്, വാപ്പയുടെ കരളിന്റെ ഭാഗമാണ് പൊന്നുമോള്. മോളെ, എന്തു പറ്റി? വാപ്പാ കൈ കണ്ടില്ലേ? തന്റെ കുഞ്ഞിളം കൈകളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പാ, എന്റെ കൈ പൊട്ടി ഒലിക്കുകയാണ്. ആ സമയത്ത് ഒരു സെർവന്റിനെ, ഒരു ഖാദിമിനെ, ഒരു ഭൃത്യനെ ആവശ്യപ്പെട്ടു വന്ന പ്രിയപ്പെട്ട മകളോട് വാപ്പ പറഞ്ഞതെന്തെന്നറിയോ? കിടക്കാൻ നേരത്ത് നീ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. അങ്ങനെ 100 ദിക്റുകൾ നീ പൂർത്തീകരിച്ച് കിടക്കാൻ ഒരുങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരും. നിനക്ക് സർവന്റിന്റെ ആവശ്യമില്ല, നിനക്ക് വേലക്കാരിയുടെ ആവശ്യമില്ല. നിന്റെ വീട് അടിച്ചു വാരാനും പാചകം ചെയ്യാനും തുണി വാഷ് ചെയ്യാനും വേറെ ഒരു സർവന്റിന് വേലക്കാരിയെ വെക്കേണ്ട ആവശ്യമില്ല. കിടക്കാൻ നേരത്തെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് നീ കിടന്നുറങ്ങണം മോളെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വേലക്കാരിയെ കിട്ടിയ സന്തോഷത്തെക്കാൾ സന്തോഷവുമായി ആ മകള് പടിയിറങ്ങി പോകുന്ന രംഗമുണ്ട്. ആ മകളാരാ? സയ്യിദത്തുനാ ബീബി ഫാത്തിമത്ത് സഹ്റാ. ആ വാപ്പയാരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നോക്കണേ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഇമാമീങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരാളുടെ ജോലിയുടെ ഭാരം കുറയണോ? വീട്ടുജോലി ചെയ്യുന്ന പെങ്ങന്മാരോട് പറയട്ടെ, ഈമാനോടെ ഇഹ്തിസാബോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ ചെയ്യുമോ? 33 സുബ്ഹാനല്ലാഹ് ചൊല്ലി, 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും ചൊല്ലി നിങ്ങൾ കിടന്നാൽ രാവിലെ നിങ്ങൾക്ക് ജോലിയുടെ ഭാരം കുറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ നമ്മൾ ഓർക്കലാണ് ദിക്റിലൂടെ. അല്ല തരുന്ന സമ്മാനം എന്താണ്?
ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തിരക്കുകളും പ്രയാസങ്ങളും അല്ലാഹ് മാറ്റിത്തരും. നീ അല്ലാഹനെ മറന്നിട്ട് കിടന്നാലോ, മൊബൈൽ കണ്ടുകൊണ്ടാണ് കിടക്കുന്നത്, അല്ലാഹനെ മറന്നിട്ടാണ് കിടക്കുന്നത്, കിടക്കുമ്പോഴുള്ള ദുആ പോലും നീ മറന്നുപോയി. എന്നാൽ നിനക്ക് അല്ലാഹു ജീവിതത്തിൽ ബറക്കത്ത് തരില്ല. എന്നും നിനക്ക് ജോലി ഒരു ഭാരമാണ്, നിന്റെ മക്കള് ഭാരമാണ്, നിന്റെ ഭർത്താവ് ഒരു ഭാരമാണ്, നിന്റെ പ്രിയപ്പെട്ടതെല്ലാം നിനക്ക് ഭാരമാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ പണിഷ്മെന്റ്. അവനെ മറന്നപ്പോ നിനക്ക് അല്ലാഹ് ഭാരം തന്നു. മക്കള് ചോറ് ചോദിക്കുമ്പോ നിനക്ക് ഭാരം, ഭർത്താവ് ചായ ചോദിക്കുമ്പോ നിനക്ക് ഭാരം. എന്തുകൊണ്ട്? നീ അല്ലാഹനെ മറന്നു. നീ അല്ലാഹനെ ഓർത്തിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും അല്ലാഹ് മാറ്റിത്തരുന്നതാണ്. അതാണ് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത്തൻ ലൻകാ. ആരൊരാള് പടച്ചവനിൽ നിന്ന് ഒഴിഞ്ഞു പോയോ, അവനെ മറന്നു പോയോ, അവൻ അല്ലാഹ് കൊടുക്കുന്ന പണിഷ്മെന്റ് ഫഇന്ന ലഹു മഈസത്തൻ ലൻകാ. അവന്റെ ജീവിതത്തെ അല്ലാഹു പ്രയാസപ്പെടുത്തി കളയും. അല്ലാഹു ജീവിതത്തെ ഏറ്റവും കുടുസായ നിലയിലാക്കി കളയും. അല്ലാഹ് കാക്കട്ടെ എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് കല്യാണത്തിനായാലും ഏത് കർമ്മങ്ങൾക്കായാലും ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്ത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ പന്തൽ കണ്ടോ? ഒരു കല്യാണത്തിന്റെ പന്തൽ അഴിക്കാൻ ഒരാഴ്ച കഴിഞ്ഞു കല്യാണം. ആ ഒരാഴ്ച പിന്നിട്ടിട്ടും ആ പന്തൽ അഴിച്ച് മാറ്റാൻ എത്രയോ പണിക്കാർ നിന്നിട്ടും കഴിയുന്നില്ല. 50 ലക്ഷം രൂപ വിലയുള്ള പന്തൽ. നിങ്ങൾ വിചാരിക്കും ഇത് കള്ളം പറയുന്നു എന്ന്. 50 ലക്ഷം രൂപ ഫുൾ എയർ കണ്ടീഷനോടുകൂടി വീട്ടുമുറ്റത്ത് പന്തൽ, അതിനകത്ത് മകളുടെ കല്യാണം. 50 ലക്ഷം രൂപ. 1 ഗ്രാം സ്വർണമില്ലാത്തതിന്റെ പേരില് തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്ന 10,000ങ്ങളുള്ള ഈ രാജ്യത്ത്, ഈ സമുദായത്തിന്റെ പ്രതിനിധികൾ നടത്തുന്ന കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് മുറ്റത്തിട്ട പന്തലിന്റെ പണം 50 ലക്ഷം രൂപ. അവരുടെ പൈസ, അവർക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇതിന്റെ ഒക്കെ മാലിക് അല്ലാഹുവാണ്. നമ്മുടെ കയ്യിൽ തന്നത് ഒരു ഉപയോഗ വസ്തു എന്നതിനപ്പുറത്തൊരു അമാനത്തായിട്ടാണ് അല്ലാഹു തന്നത്. ആ ഒരു ബോധം നമ്മൾ മറന്നിട്ട്, ആ കാര്യം പോലും നമ്മൾ മറന്നിട്ട് നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറി വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു തരുന്നത് ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. ഇഷ്ടം പോലെ പണം ഉണ്ടാവും, പക്ഷെ അതിലൊന്നും അല്ലാഹ് ബറക്കത്ത് തരൂല. നിന്റെ ജീവിതം എന്നും ഒരു വല്ലാത്ത ഭാരവും ഇടുക്കവുമായിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടോ, മരിച്ചു, നാളെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ആ ഖബറിലേക്ക് നമ്മളെ എടുത്തു വെക്കുമ്പോൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഫഇന്ന ലഹു മഈസത്തൻ ലൻകാ. ആ ഖബറിനകത്ത് നിനക്ക് വല്ലാത്ത ഞെരുക്കമാ. ആ ഖബർ നിന്നെ അങ്ങ് വല്ലാതെ ഞെരുക്കി കളയുന്നതാ. ഖബർ ഞെരുക്കും പെങ്ങളെ, ഖബർ ഞെരുക്കൂ. എന്തുകൊണ്ടാണ്? ഖബർ അതിന്റെ ഗുണം കാണിക്കാതിരിക്കൂല, ഖബർ അതിന്റെ സ്വഭാവം കാണിക്കാതിരിക്കൂല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണമായിരുന്നു. ആരാ സഅദ് ഇബ്നു മുആദ് എന്നറിയോ? ആരാ സഅദ് ഇബ്നു മുആദ് എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം വരുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന വേദിയിലേക്ക് സഅദ് ഇബ്നു മുആദ് കടന്നു വരുമ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നേതാവ് വരുന്നുണ്ട്, എഴുന്നേക്കൂ സഹാബാ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു സഹാബിയെ പറ്റി നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിനു വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സഹാബി ചില്ലറക്കാരനല്ല. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ നല്ല ആകാര വടിവുള്ള സൗഠവമുള്ള നല്ല ശരീരഭാരമുള്ള സഅദ് ഇബ്നു മുആദ് മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മയ്യത്ത് ചുമന്നു കൊണ്ടുപോയി. ആ സമയത്ത് മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരത്തിന് ഈച്ച
ഈച്ചയുടെ ഭാരമേ ഉള്ളൂ, ഒരു ഈച്ചയുടെ ഭാരമേ ഉള്ളൂ. തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ മയ്യത്ത് തോളിൽ ചുമക്കാൻ റസൂലുള്ള കൂടെ വന്നു. നബി തങ്ങളെ തോളിൽ മയ്യപ്പ് ചുമന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോ റസൂലുള്ളാഹിന്റെ തള്ളവിരൽ നിലത്തൂന്നിയിട്ടാണ് നടന്നത്. കാലിന്റെ തള്ളവിരൽ നിലത്തൂന്നിയിട്ട് നടക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ നബിയേ എന്തുകൊണ്ടാ നിങ്ങളുടെ തള്ളവിരൽ മാത്രം നിങ്ങൾ നിലത്തൂന്നിയത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്, സയ്യിദ് ഇബ്നു മുആദിന്റെ ജനാസ ചുമക്കാൻ 70,000 മാലാഖമാര് വന്നു, 70,000 മലക്കുകൾ വന്ന് മയ്യത്ത് ചുമന്നതാ. അങ്ങനത്തെ സയ്യിദ് എന്തേ ഞങ്ങൾക്ക് ഭാരമില്ലാത്തത് നബിയേ? ആ ഭാരമില്ലാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ മയ്യത്ത് മലക്കുകൾ ചുമന്നപ്പോ ഭാരം കുറഞ്ഞതാണ്. അങ്ങനത്തെ സയ്യിദ് ഇബ്നു മുആദ് 70,000 മലക്കുകൾ വന്ന് മയ്യത്ത് ചുമന്ന സയ്യിദ്, നിങ്ങളുടെ നേതാവാണെന്ന് റസൂല് പറഞ്ഞ സയ്യിദ്, അല്ലാഹുവിന്റെ ഹബീബ് പോലും മയ്യത്ത് ചുമന്നു കൊണ്ടുവന്ന സയ്യിദ് ഇബ്നു മുആദ്, അറിയുമോ അദ്ദേഹത്തിന്റെ മയ്യപ്പെടുത്ത് ഖബറിലേക്ക് വെക്കുമ്പോ അല്ലാഹ് നബി തങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുകയാ. സഹാബത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, നബിയേ എന്ത് പറ്റി? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു, സയ്യിദിന്റെ മയ്യത്തെടുത്ത് ജനാസയെടുത്ത് ഖബറിനകത്ത് വെച്ചപ്പോ ആ ഖബർ അതിന്റെ ഗുണം കാണിച്ചു. സഹാബ നേതാവെന്ന് വിശേഷിപ്പിച്ച സയ്യിദ്, മലക്കുകൾ 70,000 ഇറങ്ങി മയ്യത്ത് ചുമന്ന സയ്യിദ്, അള്ളാന്റെ മുത്തിന്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യനായ സയ്യിദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചപ്പോ ഖബർ തനിക്കുണം കാണിച്ചു. ഖബർ തനിക്കുണം കാണിച്ചു. ആ ഖബർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ യാതൊരു പരിഗണനയും കൊടുക്കാതെ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ അങ്ങോട്ട് അമർത്തിയിട്ട് വാരിയല് കോർക്കത്തക്ക നിലയിൽ ഒരൊറ്റ ഞെരുക്കം അങ്ങോട്ട് ഞെരുക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് തസ്ബീഹും തക്ബീറും ചൊല്ലിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സഹാബിയുടെ ഖബറിന്റെ രണ്ട് ഭാഗവും വിദൂരത്തേക്ക് മാറിക്കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇത്രയും പ്രശസ്തനായ പ്രമുഖനായ ഒരു സഹാബിയുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചപ്പോ ആ ഖബറിനകത്ത് ഖബർ യഥാർത്ഥ ഗുണം കാണിച്ചിട്ടുണ്ട് എങ്കിൽ കാസർഗോഡ് ജില്ലയിലെ അതിഞ്ഞാലിലുള്ള നിങ്ങൾ, തിരുവനന്തപുരത്തുകാരനായ ഞാൻ, എന്നെയും നിങ്ങളെയും ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ ഖബർ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കുന്ന ഒരു മനസ്സ്, ഒരു ശരീരം, ഒരു ഹൃദയം, ഒരു തലച്ചോറ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.